ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ടി വിയിലേക്ക് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളതൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വിൻഡോസ് അതുപോലെ തന്നെ ഉബുണ്ടു ഡുവൽ ബൂട്ടിങ് സിസ്റ്റം അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ക്വിക്ക് ഇൻസ്റ്റാളിങ് ആണ്. നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് നമുക്കത് ബൂട്ടബിൾ ആക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ട് നമുക്കൊരു 4GB പെൻഡ്രൈവ് ആവശ്യമാണ്. അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാനിവിടെ പെൻഡ്രൈവിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ മെമ്മറി കാർഡാണ്. ഇത് നമുക്ക് 4GB 8GB മെമ്മറി കാർഡ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കാർ റീഡർ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് നമുക്ക് പെൻഡ്രൈവിനേക്കാളും ഒന്നും കൂടെ ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പെൻഡ്രൈവ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത് മതി. ഒരു 4GB പെൻഡ്രൈവ് ഉണ്ടാവണം. നമുക്കിത് ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു കാരണം കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതില്ലെങ്കിലും നമുക്ക് സാധാരണ ഉള്ള പെൻഡ്രൈവ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് 4GB മെമ്മറി കാർഡാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ബൂട്ടബിൾ ആക്കുക, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആൻഡ്രോയിഡിൻ്റെ ഫയലും അതുപോലെ തന്നെ റൂഫസ് എന്ന് പറഞ്ഞിട്ടുള്ള ബൂട്ടബിൾ ഫയലും. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ 2 ഫയലും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിനായി നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പെൻഡ്രൈവിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർമാറ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. ഒരെണ്ണം ആൻഡ്രോയിഡ് ഫയലും ഒരെണ്ണം റൂഫസ് ബൂട്ടബിൾ ചെയ്യേണ്ട ഒരു ഫയലും. അപ്പോൾ അത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ലിങ്ക്. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രൗസർ എടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആൻഡ്രോയിഡ് ISO ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. അപ്പോൾ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ISO ഇമേജ് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ഈ ഒരു ഫയലാണ്. അത് നമുക്ക് 1 2 3 4 നാലാമത്തെ ഫയൽ. ഇതിൽ നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ കാണിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഡൗൺലോഡ് സ്റ്റാർട്ടാവും. അപ്പോൾ ഏത് ലൊക്കേഷനിലാണ് വേണ്ടത് നോക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ലൊക്കേഷനിൽ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാനിവിടെ എന്തായാലും ഡൗൺലോഡ് പൗസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 1 GB അടുത്ത് നമുക്ക് ഡൗൺലോഡിങ് വരുന്നുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന രീതി കാണിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഫയൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ അടുത്തൊരു ഫയലും കൂടി വേണം. നമുക്കത് പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാനൊരു റൂഫസ് എന്നുള്ളൊരു ഫയൽ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അടുത്തത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഒരു ഫയലാണ്. ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോപ്പി ചെയ്യുക. നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇതാണ് റൂഫസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് തൊട്ട് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോസ് ഞാൻ വിൻഡോസ് ബൂട്ടബിൾ ചെയ്യുമ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ഈ ഒരു ഫയലാണ്. അപ്പോൾ ഇതും നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടാവും. അപ്പോൾ അത് ഞാൻ ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് 1 MB 2 MB അടുത്തെന്തോ സൈസ് വരുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് ഡൗൺലോഡ് ആകും. അവിടെ ഡൗൺലോഡ് ലൊക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഞാൻ ഇതും ക്യാൻസൽ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്തെങ്കിലും ഇതിവിടെ ഓൾറെഡി ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് റൂഫസ്. ഇത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ISO ഫയലാണ്. ഇത് നമുക്ക് ഇമേജ് ഫയലിനായിട്ട് തന്നെ ഡൗൺലോഡ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് പിന്നെ വിൻഡാർ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ബൂട്ടബിൾ ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മളുടെ പെൻഡ്രൈവ് ഇവിടെ ഫോർമാറ്റൊക്കെ ചെയ്തൊക്കെ വിത്തൗട്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ റൂഫസ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൻഡ്രൈവ് നമ്മൾ ഫോർമാറ്റ് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആൻഡ്രോയിഡ് ISO ഫയലിന് നമ്മളിതൊരു സെലക്ട് കൊടുക്കുക. അതും നമ്മൾ ഡെസ്ക്ടോപ്പിലാണോ ഇനി വേറെ ഏതെങ്കിലും ഡ്രൈവിനകത്താണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞ് നോക്കിയതിന് ശേഷം അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ISO ഫയൽ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ളില്ല. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പെൻഡ്രൈവാണ് ബൂട്ടബിൾ ആക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഇവിടെ GPT ആണോ സെലക്ട് ആയിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയണില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് ചെയ്യുന്ന വിൻഡോസ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഉബുണ്ടു നമ്മൾ ബൂട്ടബിൾ ആക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ചെയ്യേണ്ട രീതി ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ അടുത്ത് കാണിക്കുക. അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബയോസ് വെർഷനിൽ പോയിട്ട് നമുക്ക് വിൻഡോസിൽ C ഡ്രൈവ് ഒക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ പെൻഡ്രൈവ് എങ്ങനെയാണ് ആൻഡ്രോയിഡ് നമ്മൾ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടാണ്. MBR എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ C ഡ്രൈവ്, അതായത് നമ്മളെ ഡെസ്ക്ടോപ്പിനകത്തുള്ള C ഡ്രൈവിൽ ഒരു 20 GB സ്പേസ് മാറ്റി വെച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ MBR സെലക്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പെർമനൻ്റ് ആയിട്ട് നമ്മളെ അതിൽ ബൂട്ടബിൾ ആക്കുക. പക്ഷേ അത് നമ്മൾ ബൂട്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബയോസിൽ നോക്കിയിട്ട് 1-2 മാറ്റങ്ങൾ വരുത്താണ്ട്. അപ്പോൾ അത് ഞാനത് അടുത്തൊരു വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെൻഡ്രൈവ് ആണല്ലോ ബൂട്ടബിൾ ആക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ GPT തന്നെ സെലക്ട് കൊടുക്കുക. അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ പെൻഡ്രൈവ് ആണല്ലോ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ആ ഡിസ്ക് ആണെങ്കിൽ നമ്മൾ UEFI അതേപോലെ തന്നെ ലെഗൻസി മോഡൊക്കെ മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു MBR സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ക്വിക്ക് ബൂട്ടബിൾ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ പെൻഡ്രൈവ് സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ OSും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വിൻഡോയിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. അത് നമ്മൾ OK കൊടുക്കുക. തിരിച്ച് വീണ്ടും ഇതുപോലൊരു പോപ്പപ്പ് വരും. അതും OK കൊടുക്കുക. അത് OK കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ ബൂട്ടബിൾ പ്രോസസ്സിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബൂട്ടബിൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോർവേഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യും. ഒരു 3 മിനിറ്റിൻ്റെ മേലെ എന്തായാലും വെയിറ്റിംഗ് വരില്ല. അപ്പോൾ നമ്മളിവിടെ ക്ലോസ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ പെൻഡ്രൈവ് ബൂട്ടബിൾ സക്സസ് ആയോ അല്ലേ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആ പെൻഡ്രൈവ് സെലക്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എജക്റ്റ് കൊടുത്ത് വീണ്ടും പെൻഡ്രൈവിനെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി കണക്റ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ദിസ് PC ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പെൻഡ്രൈവിൻ്റെ ഐക്കൺ ഇവിടെ മാറി വന്നിട്ടുണ്ട്, ബൂട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെൻഡ്രൈവ് ആൻഡ്രോയിഡ് ബൂട്ടബിൾ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പെൻഡ്രൈവ് അല്ല നമ്മളെ മെമ്മറി കാർഡ് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ബൂട്ടബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മളത് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് CPU കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫ്രണ്ടിലല്ല കൊടുക്കുന്നത്, ബാക്കിലാണ് കൊടുക്കുന്നത്. അത് ബാക്കിൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2.1 ആണ് വരുന്നത്. നമുക്ക് USB പോർട്ട് ഫ്രണ്ട് വരുന്നത്. ഒരുവിധം CPU അകത്തൊക്കെ 2.1 ആയിരിക്കും വരിക. ഇപ്പോൾ വരുന്ന CPU അകത്തൊക്കെ 3.0 3.1 ഒക്കെ വരുന്നുണ്ട്. ഒരു ബ്ലൂ കളറായിരിക്കും അതിൻ്റെ USB പോർട്ട് വരിക. അപ്പോൾ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലാണെങ്കിലും കൊടുക്കുക.
അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫറിങ്ങിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്കിൽ കൊടുക്കാവും നല്ലത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെൻഡ്രൈവ് ബൂട്ടബിൾ കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റീസ്റ്റാർട്ടായി ഓണായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ മദർ ബോർഡിനകത്തും ഓരോ കീസൈക്കാരം വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മദർ ബോർഡ് അസ്യൂസ്, ജിഗാബൈറ്റ് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബയോസിലേക്ക് എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഡിലീറ്റ് കീ ആവും പ്രസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ CPU യൂസ് ചെയ്യുന്നത് ഡെല്ല് ബ്രാൻഡിൻ്റെ മദർ ബോർഡാണ്. അപ്പോൾ ഡെല്ല് ബ്രാൻഡ് മദർ ബോർഡ് നമുക്ക് ബയോസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് F12 വരുന്നത്. അതുപോലെ തന്നെ ബൂട്ടബിൾ ഡിവൈസിലേക്ക് വേണ്ടിയിട്ട് F12 ആണ് വരുന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും നിങ്ങളുടെ ബയോസിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏതാണ് ബ്രാൻഡ് വെച്ചെങ്കിൽ അതിൻ്റെ ലോഗോ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഏത് കീസാണ് നമുക്ക് ബയോസിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ അതവിടെ കാണിക്കും. അത് നമുക്കൊരു 3 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡോ ആയിക്കാരെ ഷോ ആകുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കി മനസ്സിലാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ CPU അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും അത് ബയോസ് എൻ്റർ ചെയ്യേണ്ട കേസ് ഏതാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിൽ F12 ആണ് നമുക്ക് ബൂട്ടബിൾ ഡിവൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ബയോസിലേക്ക് വരുന്നത് F12 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് F12 തുടരെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് റീസ്റ്റാർട്ടായിട്ട് ഓൺ ആകുന്നത് വരെ കാത്തു നിൽക്കരുത്. നമ്മളത് റീസ്റ്റാർട്ടായ ഉടനെ F12 പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എനിക്ക് ബൂട്ടബിൾ ഡിവൈസിലേക്ക് എൻ്റർ ചെയ്യേണ്ട ഒരു മെനു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് നമുക്ക് വിൻഡോസ് ബൂട്ട് മാനേജർ, അതായത് ഇതിലുള്ള അകത്തിരിക്കുന്ന ആ ഡിസ്ക്കാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് കൊടുത്തിട്ടുള്ളതാണ് UEFI ജനറൽ മൾട്ടി കാർഡ്. ഇത് നമ്മളുടെ ബാക്കിൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള മെമ്മറി കാർഡാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കീബോർഡിൽ നമ്മൾ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്നതോട് കൂടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വിൻഡോസ് ചെയ്യുകയാണെങ്കിൽ തുടരെ നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യണം. അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിതിൽ ആൻഡ്രോയിഡിൻ്റെ പെൻഡ്രൈവിൻ്റെ മെനു വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് TV എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ ഒരു 2-3 സെക്കൻഡിന് ശേഷം നമുക്കത് പെൻഡ്രൈവിൽ നിന്ന് നമ്മളത് റാമിലേക്ക് കൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ആൻഡ്രോയിഡ് ഡിവൈസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുകയാണ്. അടുത്തത് നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ യൂസ്വലായിട്ട് വരുന്ന ആൻഡ്രോയിഡ് നമ്മൾ ഫോണൊക്കെ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ സിം കാർഡൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മളൊരു Gmail ID ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പുകളാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ID, ഇപ്പോൾ നമ്മളുടെ ഡിവൈസ് ആൻഡ്രോയിഡ് ഡിവൈസായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 20K താഴെ വരുന്ന ടിവികളിലൊക്കെ ഇപ്പോൾ നമുക്ക് സ്മാർട്ട് TV ആണ്, ആൻഡ്രോയിഡ് TV ആണെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ഒറിജിനൽ ആൻഡ്രോയിഡ് അല്ല. ഒരു 20,000 രൂപയുടെ മേലേക്കുള്ള ടിവികൾക്കൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ഇതുപോലുള്ള ആൻഡ്രോയിഡ് ഉള്ളത്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് നമ്മളെ ഫോണിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ എക്സ്പീരിയൻസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആഡ് പ്രോബ്ലങ്ങൾ വരില്ല. നമുക്ക് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ആഡുകൾ വരില്ല. നമ്മൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് പ്രോബ്ലങ്ങളൊക്കെ വരില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആഡുകളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും നമുക്ക് ഈ ഒരു OS-ൻ്റെ അകത്ത് വരുന്നില്ല. ഇപ്പോൾ ഈ OS ബൂട്ടായിട്ടുള്ളത് നമ്മളുടെ ബാക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള 4GB പെൻഡ്രൈവിലാണുള്ളത്. അതിൽ നിന്ന് റാമിലേക്ക് മൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു OS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഒന്നും കൂടി പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് നമുക്കുള്ളൊരു C ഡ്രൈവിനകത്ത് ഒരു 20GB സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫോമൻസും കാര്യങ്ങളും ആവും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്കിതിലൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സ്മൂത്തായിട്ട് വർക്കാവും. ഒരു 20K താഴെ വരുന്ന ടിവികൾക്കൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ഓപ്ഷനൊക്കെ നോക്കുമ്പോൾ അതിൽ പ്രോസസ്സിംഗ് ആയിട്ട് കറങ്ങിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലോ ഹാങ് ആയിട്ട് ലാഗൊക്കെ ആയിട്ട് കാരണം ഉണ്ടാവുക. ഇത് ആ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ 2-3 വീഡിയോസ് ഞാൻ പ്ലേ ചെയ്യുക. നമുക്ക് ആഡ് പ്രോബ്ലം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാൻ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു.
അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വോയിസിൽ തന്നെ നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമുക്ക് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഇതിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ആകും. അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരും. ഇത് നമുക്ക് കൂടുതലായിട്ടും ടച്ച് സ്ക്രീനുള്ള ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് പെൻഡ്രൈവിലാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സിസ്റ്റം അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് വോയിസ് കറപ്റ്റഡ് ആവുക, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡെഡ് ആവുക, നമ്മൾ CPU കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് മദർ ബോർഡ് ഓണായിട്ട് ഡിസ്പ്ലേ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു 4GB മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആൻഡ്രോയിഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്. ഇത് ഞാൻ പെർമനൻ്റ് ആയിട്ട് നമ്മൾ C ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് ഞാൻ ചെയ്യാം. ഇത് നമുക്ക് ഇപ്പോൾ പെൻഡ്രൈവിലാണുള്ളത്. നമുക്കിത് പെൻഡ്രൈവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ F12 കൊടുത്തിട്ട് പെൻഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള വിൻഡോസിലേക്ക് തന്നെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് പ്രോബ്ലമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോസും കൂടി പ്ലേ ചെയ്യാം. നമ്മൾ ഏത് വീഡിയോസാണോ ആ വീഡിയോസ് സ്പോട്ടിൽ നമുക്ക് ഓണായി വരും. ഇതിലിപ്പോൾ നമുക്ക് ഏത് വീഡിയോസിന് നമുക്ക് ആഡ് കാര്യങ്ങളൊന്നും വരില്ല. അതാണ് ഈ വോയിസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കിതിൽ 4K വീഡിയോസുകൾ യൂട്യൂബ് ഏത് രീതിയിലുള്ള പ്രൊമോട്ട് ചെയ്ത വീഡിയോസും നമുക്കിതിലൊരു ലാഗില്ലാതെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് വിൻഡോസിന് നമ്മൾ യൂട്യൂബ് കാണുന്നതിനേക്കാൾ ഒന്നും കൂടി സ്മൂത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസ് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആഡിൻ്റെ പ്രശ്നമല്ല. അതാണ് ഈ ഒരു വോയിസിൻ്റെ പ്രത്യേകത. നമുക്ക് ഏത് വീഡിയോസ് ആണെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യണോ ആ വീഡിയോസ് അവിടെ സ്റ്റാർട്ടായി. ഇതിപ്പോൾ നമ്മൾ ഒന്നും ആഡോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലോ ആഡോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതാണ് ഈ വീഡിയോസിൻ്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു വോയിസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഞാൻ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ F12 കൊടുത്തു കഴിഞ്ഞാൽ ബൂട്ടബിൾ ഡിവൈസ് തന്നെ ആൻഡ്രോയിഡ് OS തന്നെ ഓപ്പൺ ആവും. ഞാൻ ഇപ്പോൾ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഓപ്പൺ ആയി. ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊടുക്കാനുള്ളതാണ്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിതിൻ്റെ മുന്നത്തെ യൂസ്ഡ് CPU ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് 1TB ഡിസ്കാണ് വരുന്നത്. DDR3 4GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ i3 4th ജനറേഷനാണ് പ്രോസർ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7000 രൂപയാണ്. ഇതിൽ നമുക്ക് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ഇഞ്ചിൻ്റെ ഡെല്ല് ബ്രാൻഡഡ് മോണിറ്ററാണ്. മദർ ബോർഡ് വരുന്നതും ഡെല്ല് ബ്രാൻഡഡ് മദർ ബോർഡാണ്. ക്യാബിനറ്റ് വരുന്നത് HP ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 7000 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ റീപ്ലൈ തരാം. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതുപോലുള്ള ഒരു 4 സിസ്റ്റം നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.